തൃശൂർ കൊടുങ്ങല്ലൂർ വെളുത്തക്കടവ് ദാറുസലാം ജുമാ മസ്ജിദും വഖഫ് സ്വത്തുക്കളും പള്ളിക്ക് ലഭിച്ച നഷ്ടപരിഹാര തുകയും തട്ടിയെടുത്ത ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ കൂടുതൽ തെളിവുകൾ ന്യൂസ് മലയാളത്തിന്. വഖഫ് നിയമങ്ങളെ അട്ടിമറിച്ചാണ് സംഘടനയുടെ നേതാക്കൾ അഴിമതിയും സാമ്പത്തിക തട്ടിപ്പും നടത്തിയത്. നിയമലംഘനവും വിശ്വാസവഞ്ചനയും പുറത്തായിട്ടും ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം തെറ്റിദ്ധരുത്താൻ തയ്യാറാകുന്നില്ലെന്നും വിശ്വാസികൾ പറയുന്നു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. വെളുത്തക്കടവ് ദാറുസലാം ജുമാ മസ്ജിദ് കേന്ദ്രീകരിച്ച് നടത്തിയ അഴിമതിക്കും സാമ്പത്തിക ക്രമക്കേടുകൾക്കും പുറമെ ഗുരുതരമായ നിയമലംഘനവും ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴിൽ നടന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്ന തെളിവുകൾ. 1945-ലെയും 2013-ലെയും നിയമ ഭേദഗതി പ്രകാരം വഖഫായി ലഭിച്ച സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യാനോ വിൽപ്പന നടത്താനോ ആവില്ല. ഇത്തരം നടപടി ഉണ്ടായാൽ കുറ്റകരമാണെന്നും സെക്ഷൻസ് 52A-യുടെ 1-ാം അനുച്ഛേദ പ്രകാരം വഖഫ് നിയമത്തിൽ പറയുന്നു. എന്നാൽ ഈ നിയമത്തെയും ഇസ്ലാമിക മൂല്യങ്ങളെയും മറികടന്നാണ് വെളുത്തക്കടവ് പള്ളിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ. ജമാഅത്തെ തൃശൂർ പ്രസിഡന്റ് കെ ഷാനവാസും നേതാക്കളായ റഷീദ് മാസ്റ്ററും അബ്ദുൽ ലത്തീഫും ചേർന്ന് കൃത്യമായ പദ്ധതികളോടെയാണ് അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും നടത്തിയത്. ഇതിനായി ഇവർ ഗൂഢാലോചന നടത്തി പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഇതേ തുടർന്ന് പള്ളിയിലെ ഖത്തീബായിരുന്ന അബ്ദുൽ ലത്തീഫ് പള്ളി പരിപാലന കമ്മിറ്റിയിൽ അംഗമായി. 2020-ൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി മാറിയ ലത്തീഫ് പിന്നീട് കമ്മിറ്റിയെയും മുൻ പ്രസിഡന്റ് MK മക്കാറിനെയും തെറ്റിദ്ധരിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരെ മാത്രം ഉൾപ്പെടുത്തി 2022 നവംബർ 17-ന് പള്ളിയുടെ പേരിനോട് സാദൃശ്യം തോന്നുന്ന ദാറുസലാം ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചു. പിന്നീട് ഈ ട്രസ്റ്റിലേക്കാണ് പള്ളി കമ്മിറ്റിക്ക് അവകാശപ്പെട്ട വഖഫ് സ്വത്തുക്കളും പണവും ജമാഅത്തെ നേതാക്കൾ ചേർന്ന് കൈമാറ്റം ചെയ്യുന്നത്. വഖഫ് ചെയ്തിട്ടുള്ള ഭൂമി കൈമാറ്റം ചെയ്യുന്നതോ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നതോ വഖഫ് നിയമപ്രകാരം തെറ്റാണ്. അത് വോയിഡ് അബ് ഇനിഷ്യോ. അതായത് അത് കൊടുക്കുമ്പോൾ തന്നെ അത് അസാധുവാണ്. അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഇതിലെ ഒരു തർക്കമുള്ള കാര്യങ്ങളല്ല. അത് വോയിഡ് അബ് ഇനിഷ്യോ ആണ്. അത് സ്ഥാപിച്ച് കിട്ടുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം. ആദ്യത്തെ കാര്യം സ്ഥാപിച്ച് കിട്ടി കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. 1974-ലും 1976-ലുമായി രജിസ്റ്റർ ചെയ്ത 2 ആധാരങ്ങളിലായി ലഭിച്ച 25 സെന്റ് വസ്തുവാണ് ദാറുസലാം ജുമാ മസ്ജിദിന്റെ പേരിലുള്ളത്. ഈ വസ്തുവിലുള്ള പള്ളിയും മദ്രസയും പള്ളിയുടെ ഉടമകളായ മസ്ജിദ് കമ്മിറ്റിയെ മറികടന്നാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ചേർന്ന തങ്ങളുടെ സംഘടനയ്ക്ക് കീഴിലേക്ക് മാറ്റിയത്. 2021-ലാണ് ഇതേ ഭൂമിയിലെ 8.8 സെന്റ് സ്ഥലം ദേശീയപാത വികസനത്തിനായി പള്ളി കമ്മിറ്റി വിട്ടു നൽകുന്നത്. 1995-ൽ പള്ളിക്ക് ലഭിച്ച മറ്റൊരു വഖഫ് ഭൂമിയിലെ 12 സെന്റും സമാനമായ രീതിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഏറ്റെടുത്തിരുന്നു. 2022 ജനുവരി 1-ന് ഈ 2 വസ്തുക്കളുടെയും നഷ്ടപരിഹാരമായി ലഭിച്ച 2.76 കോടി രൂപ കൈക്കലാക്കിയ ജമാഅത്തെ നേതാക്കൾ അതിൽ നിന്ന് 3 ലക്ഷം രൂപയോളം സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു പൊതുമുതൽ ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിന് ചില നിയമങ്ങളുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകളെ വിളിച്ചു ചേർത്ത് ഇത്രയും ഫണ്ട് നമുക്കിവിടെ പള്ളിയുടെ കിട്ടിയിട്ടുണ്ട്, വഖഫ് മുതലാണല്ലോ ഹൈവേക്ക് കൊടുത്തത്, അപ്പോൾ അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ഒരു കൂടിയാലോചന അവർ നടത്താതെ ഏകപക്ഷീയമായി അവർ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിൽ ദാറുസലാം പള്ളിയുടെ സ്വത്തുക്കൾ അപഹരിച്ചതിനൊപ്പം പള്ളിക്ക് നഷ്ടപരിഹാരമായി ലഭിച്ച പണം ഉപയോഗിച്ച പള്ളി കമ്മിറ്റിയെ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ച ജമാഅത്തെ നേതാക്കൾ ചേർന്ന് എറണാകുളത്ത് മറ്റൊരു കെട്ടിടം കൂടി വാങ്ങി. പ്രതിമാസം 1.5 ലക്ഷം രൂപ വാടക ലഭിക്കുന്ന ഈ കെട്ടിടത്തിൽ നിന്നുള്ള ആദായവും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് കൈകാര്യം ചെയ്തത്. വഞ്ചന തിരിച്ചറിഞ്ഞ മുൻ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ തട്ടിപ്പ് കണ്ടെത്തിയതോടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വൻ സാമ്പത്തിക കൊള്ളയും നിയമലംഘനവും പുറത്തുവരുന്നത്. ഇതോടെയാണ് വഖഫ് സംരക്ഷണ സമിതി രൂപീകരിച്ച വിശ്വാസികളും നാട്ടുകാരും സർവകക്ഷി സമരവും നിയമ നടപടികളും ആരംഭിച്ചത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.